കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ കറുത്തതാണ് എന്നൊരു വാക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു തന്ന് നടന്നു നീങ്ങുന്ന ചില മനുഷ്യരുണ്ട്. മുറിവേറ്റ ഹൃദയത്തെ വേദനയോടെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും. ദിവസങ്ങളിങ്ങനെ കടന്നു പോകും. മുറിവേറ്റ ഹൃദയത്തിന് മീതെ മറവിയുടെ മാറാലകൾ നേർത്ത കൂടുകൂട്ടാൻ ഒരുങ്ങുമ്പോൾ മറ്റൊരാൾ വരും അതേ വാക്കുകളുമായി. മാറുന്ന ആളുകളും ആവർത്തിക്കപ്പെടുന്ന വാക്കുകളും. വീണ്ടും വീണ്ടും മുറിവേൽക്കപ്പെടുന്ന ഹൃദയത്തെ ചേർത്ത് പിടിച്ച് നിസ്സഹായരായി നമ്മളും. എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല, മറ്റൊരാളാൽ ഞാനെന്തിനു മുറിവേൽക്കപ്പെടണം എന്ന്? നിങ്ങൾക്കെന്നെ വേദനിപ്പിക്കാം, എൻ്റെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിക്കാം. എൻ്റെ കുറവുകളെ എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത കാലം വരേക്കും മാത്രം. അതെ, എൻ്റെ നിറം കറുപ്പാണ്, എനിക്ക് ഉയരമില്ല, എൻ്റെ രൂപം വിരൂപമാണ്, എൻ്റെ ശരീരം തടിച്ചതാണ്, എൻ്റെ പല്ലുകൾ പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതാണ്. ഇതല്ലേ നിങ്ങൾ എന്നിൽ കണ്ട കുറവുകൾ? എൻ്റെ കുറവുകളിൽ എനിക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്? 100-ൽ 99 പേരും വെളുത്തവരും ഭംഗിയുള്ളവരുമായിരിക്കും. എന്നിട്ടും ബാക്കി വന്ന ഭംഗിയില്ലാത്ത ആ ഒരാളായ എന്നെ മാത്രമാണ് മറ്റുള്ളവർ നോക്കുന്നതെങ്കിൽ ഞാൻ സ്പെഷ്യലാണ്. എൻ്റെ കുറവുകളെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ വേദനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളല്ല. എൻ്റെ അനുവാദമില്ലാതെ ഇനി നിങ്ങൾക്കെന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ എഴുതിവിടുന്ന വാക്കുകൾ അത്രയും ഉന്നം തെറ്റിയ അസ്ത്രങ്ങളായിരിക്കും ഇനി മുതൽ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. അതാണ് എൻ്റെ സൗന്ദര്യം. നിറത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ മാറ്റി നിർത്തുമ്പോൾ പുഞ്ചിരിയോടെ, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയും, ഇതാണ് എൻ്റെ സൗന്ദര്യമെന്ന്. നിങ്ങൾ എന്നിൽ കുറവുകൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ കുഴപ്പം എൻ്റേതല്ല, വിഷം നിറഞ്ഞു തുളുമ്പുന്ന നിങ്ങളുടെ മനസ്സിനാണ്. എൻ്റെ കുറവുകളെ അംഗീകരിക്കാൻ മനസ്സുള്ളവർ മാത്രം കൂടെ നിൽക്കുക, അല്ലാത്തവർ സ്റ്റെപ്പ് ബാക്ക്. നിങ്ങളൊന്ന് പുറകിലേക്ക് നിൽക്കണം. എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾ കൂടെയില്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകും. ലിസി വെലാസ്കസ്. ഒരിക്കൽ ഈ പെൺകുട്ടി തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ ഏറ്റവും വിരൂപയായ പെൺകുട്ടി എന്നൊരു തലക്കെട്ടോടെ ഒരു വീഡിയോ കണ്ടു. ഏറെ കൗതുകത്തോടെ അവൾ ആ വീഡിയോ ഓപ്പൺ ചെയ്തു. അവൾ ഞെട്ടിപ്പോയി. കാരണം അവളായിരുന്നു ആ പെൺകുട്ടി. ആരോ ഒരാൾ അവളുടെ അനുവാദമില്ലാതെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് വ്യൂസാണ് ആ വീഡിയോയ്ക്ക് വന്നത്. ലോകത്തിലെ 2 പേർക്ക് മാത്രമുള്ള ജനിതക രോഗം. ആയുസ്സില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ ദൈവം ആ വിധി മാറ്റി എഴുതി. എൻ്റെ ജീവിതം ഞാൻ തീരുമാനിക്കുമെന്ന് ലോകത്തോടവൾ വിളിച്ചു പറഞ്ഞു. എവിടെയാണോ ഒരു പിടി ചാരമായി മാറിയത്, അവിടെ നിന്ന് തന്നെ അവൾ ഉയർത്തെഴുന്നേറ്റു. അവൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. മില്യൺ കണക്കിന് വ്യൂസുള്ള ഒരു ചാനലായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. ജീവിതത്തോട് തളരാതെ പൊരുതിയവൾ ഇന്നവൾ അതിപ്രശസ്തയായ മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരിയുമാണ്. 3 സ്ത്രീകളിൽ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ കൈകളാണ് ഏറ്റവും മനോഹരം എന്ന്. ഇത് കേട്ട് രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, അല്ല, എൻ്റെ കൈകളാണ് ഏറ്റവും മനോഹരം. മൂന്നാമത്തെ സ്ത്രീ പറഞ്ഞു, നിങ്ങളുടേത് 2 പേരുടേതുമല്ല, എൻ്റെ കൈകളാണ് ഏറ്റവും മനോഹരം എന്ന്. ഇവർ 3 പേരും ഇങ്ങനെ തർക്കിച്ച് നിൽക്കുമ്പോഴാണ് വൃദ്ധയായ, ക്ഷീണിച്ചവശയായ ഒരു അമ്മ അവർക്കിടയിലേക്ക് വന്നത്. ആ സ്ത്രീകൾ ആ അമ്മയോട് ചോദിച്ചു, ഞങ്ങളുടെ കൈകളിൽ ആരുടെ കൈകളാണ് ഏറ്റവും മനോഹരമെന്ന്. ആ അമ്മ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ക്ഷീണിച്ച് അവശയായി, എനിക്ക് കുറച്ച് ഭക്ഷണം തരാമോ? അത് കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകാം. ആ അമ്മയുടെ മറുപടി അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൽ ഒരു സ്ത്രീ ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങളെ സൽക്കരിക്കാനല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്ന്. മറുപടി ഒന്നും പറയാതെ ആ അമ്മ തൊട്ടടുത്ത് കണ്ട മരത്തിൻ്റെ തണലിൽ ചെന്നിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്തുള്ള വയലിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ആ അമ്മയുടെ അരികിൽ ചെന്നിരുന്നു. തൻ്റെ കയ്യിലുള്ള ഭക്ഷണത്തിൻ്റെ പാത്രം ആ അമ്മയ്ക്ക് നേരെ നീട്ടി. തിളങ്ങുന്ന കണ്ണുകളോടെ ആ അമ്മ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ 3 സ്ത്രീകളും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം
കൈയും മുഖവും കഴുകി ആ അമ്മ തൻ്റെ വിശപ്പകറ്റിയ ആ സ്ത്രീയുടെ കൈയും പിടിച്ച് ആ 3 സ്ത്രീകളുടെ അടുത്തേക്ക് ചെന്നു. തനിക്ക് ഭക്ഷണം നൽകിയ ആ സ്ത്രീയുടെ ശോഷിച്ച് വരണ്ടുണങ്ങിയ കൈകൾ ആ 3 സ്ത്രീകൾക്കു നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ആരുടെ കൈകളാണ് ഏറ്റവും മനോഹരമെന്ന്? ദാ ഇതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ കൈകൾ. ആവശ്യപ്പെടാതെ തന്നെ അന്നം നൽകി എൻ്റെ വിശപ്പടക്കിയ ഈ മനസ്സിനേക്കാൾ വലിയ സൗന്ദര്യമൊന്നും നിങ്ങളുടെ കൈകൾക്കില്ല. മനസ്സിൻ്റെ നന്മയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം, അല്ലാതെ പുറമേ കാണുന്ന ശരീരഭംഗിയല്ല. കറുപ്പോ വെളുപ്പോ അല്ല സൗന്ദര്യം. നല്ലത് ചിന്തിക്കാനുള്ള മനസ്സ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, അതാണ് സൗന്ദര്യം. മനസ്സിൻ്റെ നന്മയും തിന്മയും ആണ് വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ആരും പെർഫെക്റ്റ് അല്ല. ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണതയോടെ ഒന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. കുറവുകളില്ലാത്ത മനുഷ്യരില്ല. ആക്സെപ്റ്റ് യുവർ സെൽഫ്. നമ്മുടെ കുറവുകളെ നമുക്ക് അംഗീകരിക്കാം. അതിനർത്ഥം നമ്മൾ നമ്മളെ മനസ്സിലാക്കി തുടങ്ങി എന്നാണ്. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഇനി നിങ്ങളെ വേദനിപ്പിക്കാൻ നിങ്ങളുടെ അനുവാദം കൂടിയേ തീരൂ എന്ന്. ജീവിതത്തോട് പൊരുത്തപ്പെടാൻ നിൽക്കാതെ പൊരുതണം. സെലിബ്രേറ്റ് യുവർ ലൈഫ്. അതൊരു താക്കോലാണ്, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ. ചുറ്റുമുള്ള മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. പുഞ്ചിരിയോടെ നേരിടാൻ പഠിക്കുക.